നമ്മുടെ മുന്നേയുള്ള ചില വീഡിയോസിലൊക്കെ നമ്മൾ പാറ്റേണിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഫസ്റ്റ് പാറ്റേൺ കട്ട് ചെയ്തിട്ട് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് വേണം നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്യാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും, നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഫസ്റ്റ് പാറ്റേൺ കട്ട് ചെയ്ത് പിന്നെ അത് ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യുന്നത്, ഡയറക്റ്റ് നമുക്ക് ക്ലോത്തിൽ തന്നെ കട്ട് ചെയ്തൂടെ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതായത് നമ്മളിന്ന് പാറ്റേണിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ ക്ലാരിറ്റി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് 1 മുതൽ തന്നെ മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. കാരണം നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. പാറ്റേൺ എന്ന് നമ്മൾ മുന്നേയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്താണ് പാറ്റേൺ അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന് വരെയും ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടെക്നിക്കൽ ഡ്രോയിങ് അല്ലെങ്കിൽ നമ്മുടെ ഗാർമെൻറ്റിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പാറ്റേണിനെ പറയാം. നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും നമുക്ക് ഒരു പാറ്റേൺ പേപ്പറിൽ നമ്മളത് വരച്ച് നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം ക്ലോത്തിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ ടൈമും ലാഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു വേ കൂടിയായിരിക്കും ഈ ഒരു പാറ്റേൺ മേക്കിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടെക്നിക്കൽ ഡ്രോയിങ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻറ്റ്, നമ്മുടെ ഗാർമെൻറ്റിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഈ ഒരു പാറ്റേൺ എന്നൊക്കെ നമുക്ക് പറയാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് മാനുവലിയും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ CAD വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് മെക്കാനിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഒരുപാട് സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫോൾഡ് വരുന്ന ഭാഗത്ത് നമ്മളൊരു സിമ്പിൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഗ്രൈൻ ലൈൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡാട്ടൊക്കെ വരുന്ന പോയിൻറ്റ്സിൽ നമ്മളൊരു സിമ്പിൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിമ്പിൾസ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മൾ അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് പാറ്റേണിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്കൊരു റൈറ്റ് സൈസിലുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർക്ക് നമുക്കൊരു ഗുഡ് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഗാർമെൻറ്റ് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ പാറ്റേൺ വെച്ചിട്ടാണല്ലോ നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ. അപ്പം സ്റ്റിച്ച് ചെയ്യുന്നതല്ല, ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്യുന്നത് കറക്റ്റായാൽ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ്, അതായത് നമ്മൾ കസ്റ്റമറിൻ്റെ കറക്റ്റ് സൈസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു ഗുഡ് റൈറ്റ് പാറ്റേൺ, നമുക്ക് റൈറ്റ് സൈസിലുള്ള പാറ്റേൺ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഗാർമെൻറ്റ് നമ്മുടെ കസ്റ്റമർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ടൈം സേവ് ചെയ്യാൻ ഈ ഒരു പാറ്റേൺ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പം നോർമലി വീട്ടിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഗാർമെൻറ്റ് ഒരു ആൾക്ക് ഒരെണ്ണം മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ നമ്മളൊരു യൂണിറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗാർമെൻറ്റ് തന്നെ ഒരുപാട് ബൾക്കായിട്ട് ചെയ്യുന്നത് കാണാം. ചിലപ്പോൾ 500 പീസസ് അല്ലെങ്കിൽ 1000 പീസസ് വരെയൊക്കെ ചില ഗാർമെൻറ്റ്സൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ഓരോ ഗാർമെൻറ്റും, അതായത് നമ്മൾ ഓരോ ഗാർമെൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്തിൽ നമ്മൾ മെഷർമെൻറ്റൊക്കെ എടുത്ത് മാർക്ക് ചെയ്ത് നമ്മളത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലോത്തുകൾ വെച്ചിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം അവിടെ ഒരുപാട് സേവ് ചെയ്യാൻ നമുക്ക് പറ്റും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ നോർമലി വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്കും ഈ ഒരു ടൈം സേവ് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെയാണ്. കാരണം നമ്മൾക്ക് റെഗുലറായിട്ടൊരു കസ്റ്റമർ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു കസ്റ്റമറുടെ ഒരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആൾ ഓർഡർ തരുമ്പം ആ ഒരു പാറ്റേൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഡ്രസ്സ് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരേ ഡിസൈൻസിൽ വരുന്ന ഡ്രസ്സസ് ആണെങ്കിൽ കേട്ടോ.
ഇപ്പോൾ നമുക്ക് കുർത്തീസൊക്കെ ഒരുപാട് ആളുകൾ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം അവർ ഓർഡർ തരുന്ന ടൈമിൽ നമുക്ക് മെഷർമെൻ്റ് എടുത്ത് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ ആ ഒരു ടൈം നമ്മുടെ അവിടെ ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് നമ്മളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ക്ലോത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഗാർമെൻറ്റ് അവിടെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ബെനിഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്തിൻ്റെ, അതായത് നമ്മുടെ ഫാബ്രിക്കിൻ്റെ വേസ്റ്റേജ് അവിടെ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മളിപ്പം ഒരു പാറ്റേൺ വെച്ച് അതിൻ്റെ കറക്റ്റ് സൈസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് നെക്സ്റ്റ് ആ ഒരു ഗാർമെൻറ്റിൽ തന്നെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് വെക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ വേസ്റ്റേജ് അവിടെ ഒരുപാട് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു പാറ്റേൺ വെച്ചിട്ട്. അപ്പോൾ അത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബെനിഫിറ്റ് തന്നെയാണ് അല്ലേ. ആൻഡ് നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ റീയൂസ് ചെയ്യാം. നമ്മൾ ഓരോ ടൈമും നമ്മുടെ കസ്റ്റമറിൻ്റെ മെഷർമെൻ്റ് എടുത്ത് അത് വരച്ച് കട്ട് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബെനിഫിറ്റ് തന്നെയാണ്. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ക്ലോത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു വില കൂടിയ ഒരു ഫാബ്രിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ക്ലോത്തിലോട്ട് വെച്ച് അത് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാറ്റേൺ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമ്മുടെ ഈ ഒരു ഡിസൈനേഴ്സും അതുപോലെ മാനുഫാക്ചേഴ്സും അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പാറ്റേൺ വഴി ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പാറ്റേണിൽ ഒരുപാട് സിമ്പിൾസ് വരുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ പ്ലീറ്റ്സ് കൊടുക്കേണ്ട അവിടെ നമ്മളൊരു സിമ്പൽ കൊടുക്കും, അതുപോലെ ഡാട്ട് ഇടേണ്ട അവിടെ നമ്മൾ സിമ്പൽ കൊടുക്കും, ഫോൾഡ് ചെയ്യേണ്ട അവിടെ സിമ്പൽ കൊടുക്കും. അങ്ങനെ ഒരുപാട് സിമ്പിൾസ് ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഡിസൈനർക്ക് ഓരോ ഭാഗത്തും ഓടി നടന്ന് ഇവിടെ ഇന്ന പ്ലേറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ ഡാട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും എടുത്തെടുത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെ പ്ലേറ്റ് കൊടുക്കണം, എവിടെയൊക്കെ ഡാട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എവിടെ ഫോൾഡ് ചെയ്ത് വെച്ച് കട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മുടെ ഡിസൈനേഴ്സിൻ്റെയും മാനുഫാക്ചേഴ്സിൻ്റെയും അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നവരുടെയൊക്കെ തമ്മിൽ ഇടയിലൊക്കെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന് ഈസി ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാറ്റേൺ. അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വില കൂടിയ ഒരു ഫാബ്രിക്കിൽ നമുക്ക് ഡ്രസ്സസൊക്കെ വെച്ച് ഡയറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊരു പേടിയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നൊരു സംഭവമാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. പാറ്റേൺ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വേസ്റ്റേജ് വന്നു കഴിഞ്ഞാലും അത്ര വലിയ എന്താ പറയുക നഷ്ടമൊന്നും നമുക്ക് വരാൻ പോണില്ല. മറിച്ച് നമ്മൾ വില കൂടിയ ഒരു ഫാബ്രിക്കിൽ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് നഷ്ടം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പാറ്റേൺ കട്ട് ചെയ്തിട്ട് അത് ക്ലോത്തിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു റിസ്ക് കുറഞ്ഞു കിട്ടും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് എഫിഷ്യൻസിയാണ്. അതായത് നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ ഗാർമെൻറ്റും സെയിം ഡിസൈൻസിൽ വരുന്ന ഓരോ ഗാർമെൻറ്റും നമ്മൾ പാറ്റേൺ ഇല്ലാതെയാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോന്നിലും മെഷർമെൻ്റ് എടുത്ത് അത് കട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡയറക്റ്റ് ക്ലോത്തിൽ അപ്ലൈ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കോസ്റ്റ് എഫിഷ്യൻസി എന്നുള്ള ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം മെഷർമെൻറ്റ് ഓരോ ക്ലോത്തിലും മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരാളെ എന്തായാലും നിർത്തേണ്ടി വരും അല്ലേ. വലിയ യൂണിറ്റ്സിൻ്റെ കാര്യമൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരാളുടെ സാലറി നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു യൂണിറ്റ്സിലൊക്കെ ഒരുപാട് കോസ്റ്റ് എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു പാറ്റേൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 3D ഗാർമെൻറ്റ് വിഷ്വലൈസേഷനാണ്. അതായത് നമ്മൾ ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഗാർമെൻറ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു വിഷ്വലൈസേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ.
നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഗാർമെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഭംഗി ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത് നമ്മുടെ കസ്റ്റമർക്ക് സ്യൂട്ടായിട്ടുണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 3D ഗാർമെൻറ്റ് വിഷ്വലൈസേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പാറ്റേൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും പാറ്റേൺ യൂസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് വലിയ വലിയ യൂണിറ്റ്സിനൊക്കെയാണ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് ഡിസൈൻ ചെയ്യുന്നവർക്കും ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് ഒരുപാട് ടൈം സേവ് ചെയ്യാം. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഫാബ്രിക് നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാം, റിസ്ക് കുറക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ എന്നല്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പാറ്റേൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഓരോ ഡ്രസ്സസിൻ്റെയും പാറ്റേൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് നമ്മൾ കിഡ്സ് വെയേഴ്സിൻ്റെ വേറെ, ലേഡീസ് വെയേഴ്സിൻ്റെ വേറെ, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിലോട്ട് വൈകാതെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ മേക്കിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്യുന്നു, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. മാക്സിമം നമ്മുടെ പാർട്ട് 1 മുതൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാലും പോസിറ്റീവ് ആയി കഴിഞ്ഞാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാറ്റേണിൻ്റെ സിമ്പിൾസിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.